യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. യവന്മാരൊന്നും കൂട്ടുകൂടാൻ കൊള്ളാവുന്നവരല്ല. നീയൊക്കെ വന്നപ്പോഴേ ഇറക്കി വിടാത്തതാ ഞാൻ ചെയ്ത തെറ്റ്. എന്താ മോനെ, ഇരിക്കേ. മോളെ ജന്നി, ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ. ഞാൻ വന്നതേ ആ കുടിവെള്ള പദ്ധതിയുടെ കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം. ഞാൻ ആ ചാർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. താൻ അതൊന്ന് നോക്കിയിട്ട് പ്ലേസ്മെന്റ് എല്ലാം ഓക്കെ ആണെന്നൊന്ന് പറയണം. അയ്യോ, അതൊക്കെ മിഥുനങ്ങ് ചെയ്താൽ മതിയായിരുന്നു. അതെങ്ങനെയാ ശരിയാവുന്നേ? ഈ കോളനിയെ കുറിച്ച് മിഥുനേക്കാൾ നന്നായിട്ട് അറിയാവുന്നത് നിനക്കല്ലേ? എനിക്ക് 3-5 മാസത്തെ പരിചയമല്ലേ ഉള്ളൂ അച്ഛാ. അത് മതിയല്ലോ. ബുദ്ധിയുള്ളവർക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ആ സമയം തന്നെ ധാരാളമാണ്. എന്താന്ന് വെച്ചാ കാണിച്ചു കൊടുക്കുമോനെ, അവള് ഹെൽപ്പ് ചെയ്യും. അവിടെ ഇരുന്ന് നോക്കുമോളെ. കടലിന്റെ ഈ ഭാഗത്തൂടെ ആയിരിക്കും നമ്മൾ ജപ്പാൻ പൈപ്പുകൾ ഇവിടേക്ക് കണക്ട് ചെയ്യുക. ഒരു കാരണവശാലും അത് ഉപ്പുവെള്ളവുമായിട്ട് ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ്. അതിന് സൊല്യൂഷൻ ഉണ്ട്. എങ്ങനെ? എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ, ഞാൻ അപ്പുറത്തുണ്ടാവും. ഒരു ജോലിയുണ്ട്. ദാറ്റ്സ് ഗുഡ്. അത് കൊള്ളാം. അല്ലെങ്കിലും എനിക്കറിയായിരുന്നു തന്നെ വന്ന് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ ഐഡിയാസ് കിട്ടുമെന്ന്. താങ്ക് യു മിഥുൻ. താൻ എനിക്ക് ഒരു ഉപകാരോട് ചെയ്യണം. എന്താ മിഥുൻ? താൻ എൻ്റെ കൂടെ ഒന്ന് പദ്ധതി പ്രദേശം വരെ വരണം. താൻ കൂടെ ഉണ്ടെങ്കിലേ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് സ്പോട്ടുകൾ ഫൈനലൈസ് ചെയ്യാൻ പറ്റും. അയ്യോ, ഇപ്പോ എനിക്ക് വരാൻ പറ്റില്ല. ഹരി ഇവിടെ ഇല്ല. അതിനെന്താ, ഹരി വരുന്നവരെ കാത്തു നിൽക്കാൻ പറ്റുമോ? നീ പോയിട്ട് നമ്മളെ, അവനോട് ഞാൻ പറഞ്ഞോളാം. അത് അച്ഛാ, വെറുതെ ഒരു മുടക്കം പറയണ്ട. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. പോയിട്ട് മോളെ. വണ്ടി ഉണ്ടല്ലോ, നമുക്ക് വേഗം തന്നെ പോയിട്ട് വരാം. എന്നാലും ഹരി ഒന്ന് വന്നിട്ട്. അവനെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞില്ലേ? ശരി, എന്നാ പോവാം. ഏതായാലും ഹരി കൃത്യസമയത്ത് ഇങ്ങ് എത്തിയല്ലോ. തന്നോട് പെർമിഷൻ വാങ്ങിയിട്ടേ വരുള്ളൂന്ന് ജനനി നിർബന്ധം പിടിക്കായിരുന്നു. അല്ല, നിങ്ങളെങ്ങോട്ടാ? ഞങ്ങൾ നമ്മുടെ പദ്ധതി പ്രദേശം വരെ ഒന്ന് പോവാ. താൻ വരുന്നോ കൂടെ? ഇല്ല, നിങ്ങൾ വിട്ടോ. പോയിട്ട് വരട്ടെ ഹരി. ആഹാ, വീഡിയോ ജനനിയെ സെക്രട്ടറി ആക്കിയാ? ഞങ്ങൾ ആ കടൽ തീരത്തെ സ്പോട്ട് വരെ ഒന്ന് പോവാ. പ്രസിഡന്റ് വരുന്നോ? അയ്യോ, എനിക്കിതിനൊക്കെ എവിടെന്ന് സമയം? ഇന്ന് തന്നെ 5-10 ഉദ്ഘാടനങ്ങളുണ്ട്. ചെന്നില്ലെങ്കിൽ നാട്ടുകാർ പിണങ്ങൂലേ?
ആകെ കൂടി അവർക്ക് ഒരു പ്രസിഡന്റ് അല്ലേ ഉള്ളൂ. നിങ്ങളെ എന്തിനായിരുന്നാലും ധൈര്യമായിട്ട് പോയിട്ട് വരും. എന്തിനായിരുന്നാലും ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ തന്നെ വേണമല്ലോ. ബിഡിയുക്കെ ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റിനെ എന്നല്ല, ഇന്ത്യൻ പ്രസിഡന്റിനെ പോലും വേണ്ട. എന്തിനും ഏതിനും ഒരു ജനനി. ഹാ, ഓരോരുത്തരുടെ ഓരോ ഭാഗ്യങ്ങളെ. നടക്കട്ടെ നടക്കട്ടെ. അപ്പോ പോട്ടെ മോനെ ഹരിക്കുട്ട. അസൂയ അല്ലാതെന്താ? വിദ്യാഭ്യാസവും വിവരവും ഉള്ളവരെയല്ലേ വീഡിയോയ്ക്ക് കൂടെ നിർത്താൻ പറ്റും. അല്ലാതെ 10ാം ക്ലാസ് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂടെ കൊണ്ടുപോയിട്ട് എന്ത് കാര്യമുള്ളേ? കണ്ടില്ലേ എൻ്റെ മോള് പോയ പോക്ക്. സർക്കാർ കാറിലൊക്കെ കയറി പോകുന്ന ഒരു അന്തസ്സാ. അവൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുന്ന പണ്ട് ഞാൻ സ്വപ്നം കണ്ടത്. ഞാൻ കരുതി ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഒരു പഴഞ്ചൻ ഭർത്താവായിരിക്കും ഹരിദാസ് എന്ന്. ഏതായാലും നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാ കാര്യത്തിലും ഉണ്ടാവണേ ഇത്. മറ്റുള്ളവരെ അവരുടെ വഴിക്ക് വിടുക. നമ്മൾ കൊത്തിയാൽ പൊങ്ങില്ലെന്ന് ഉറപ്പുള്ളതൊന്നും കൊത്താൻ പോകരുത്. പണ്ട് ജപ്പാനിലെ നിപ്പോണിൽ ഒരു നാട്ടുരാജാവ് ഉണ്ടായിരുന്നു, കിങ് കുഫ്രു. അയാള് അതിസുന്ദരിയും അതീവ ബുദ്ധിമതിയുമായ ഒരു രാജകുമാരിയെ വിവാഹം കഴിച്ചു. നൂഹ്രിത എന്നായിരുന്നു അവളുടെ പേര്. അന്ന് വരെ എല്ലാ യുദ്ധങ്ങളിലും പരാജയപ്പെട്ട അയാള് അവളെ സ്വന്തമാക്കിയ ശേഷം ആദ്യമായി ഒരു യുദ്ധത്തിൽ ജയിച്ചു. അത് രാജകുമാരിയുടെ ഐശ്വര്യമാണെന്ന് പ്രജകൾ പറഞ്ഞു. പക്ഷേ രാജാവിന് അറിയാമായിരുന്നു അത് അവളുടെ ഉപദേശം കൊണ്ട് മാത്രമാണെന്ന്. കുറെ കാലം കഴിഞ്ഞപ്പോൾ രാജാവിന് മനസ്സിലായി രാജ്യം ഭരിക്കാൻ തന്നെക്കാൾ സാമർഥ്യം തന്റെ ഭാര്യയ്ക്കാണെന്ന്. അയാൾ തന്റെ ഭാര്യയെ അതിനുവേണ്ടി നിർബന്ധിച്ചു. പക്ഷേ അയാളോടുള്ള അന്ധമായ സ്നേഹം കൊണ്ട് അവൾ അത് നിരസിച്ചു. എന്നാ രാജാവ് ചെയ്തത് എന്താണെന്ന് അറിയാമോ? തന്റെ രാജ്യത്തെ രക്ഷിക്കാനായി സ്വയം ജീവിതം അവസാനിപ്പിച്ച് ഭാര്യയെ മഹാറാണിയാക്കി മാറ്റി. ഈ കഥ എന്തിനാ അച്ഛൻ ഇപ്പം ഇവിടെ പറയുന്നത്? ആ രാജാവിനെ പോലെ ഞാനും ആത്മഹത്യ ചെയ്യുന്നതാണോ? ആത്മഹത്യ എന്ന് പറയുമ്പോ അത് ശരീരം കൊണ്ട് തന്നെ ആവണമെന്നില്ല ഹരി. സ്വന്തം ഭാര്യയുടെ നന്മയ്ക്ക് വേണ്ടി അവളുടെ വഴിമുടക്കാതിരിക്കുന്ന ഓരോ ചെറിയ ചലനവും ഓരോ പിന്മാറ്റവും ആത്മഹത്യയേക്കാൾ മഹത്തായ ത്യാഗങ്ങളാണ്. എന്റെ സ്വപ്നം എന്റെ മകള് മാത്രമായിരുന്നു. ഞാനിപ്പോ കാലങ്ങൾക്ക് ശേഷം ആ സ്വപ്നം വീണ്ടും കണ്ടു തുടങ്ങി. ഒരച്ഛന്റെ സ്വാർത്ഥതയാണെന്ന് കരുതിയാൽ മതി. ഇനിയെങ്കിലും എന്റെ സ്വപ്നങ്ങളെ എനിക്ക് യാഥാർത്ഥ്യമാക്കണം. ആരും ഒന്നും അതിന് തടസ്സമാവരുത്. ക്രൂരനെന്നോ ദുഷ്ടനെന്നോ ആർക്കും വിധി എഴുതാം. പക്ഷേ ഒരച്ഛന്റെ മനസ്സിന്റെ നോവ് അതെനിക്ക് മാത്രമേ മനസ്സിലാവൂ.